വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ധനമന്ത്രി KN ബാലഗോപാലിന്റെ അനുമോദനവും പുരസ്കാരദാനവും. ഇത് മൂന്നാമത് തവണയാണ് അദ്ദേഹം മണ്ഡലത്തിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിക്കുന്നത്. കൊട്ടാരക്കര മർത്തോമ ജൂബിലി മന്ദിര മൈതാനിയിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയിലൂടെ ലോകത്ത് വന്ന മാറ്റങ്ങൾക്കൊപ്പം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയും കുതിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പഠന രീതികൾക്കൊപ്പം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മികച്ച സംരംഭകരെ സൃഷ്ടിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരം വന്നു കഴിഞ്ഞതായും നൂതന ആശയങ്ങളും മനുഷ്യന്റെ ആവശ്യങ്ങളും തിരിച്ചറിയുന്ന സംരംഭങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യ അതിഥിയായിരുന്ന സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രസംഗം പ്രേക്ഷക സമൂഹത്തിന്റെ കണ്ണും മനസ്സും കവരുന്നതായിരുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങാനാണ്. വിജയിച്ച ആളുകളാണ്. പക്ഷെ നിങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ഒരു നാൽക്കവലയിലാണ്. നാൽക്കവലയല്ല, പണ്ടൊക്കെ ആയിരുന്നു നാൽക്കവല. 1000 പാതകൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷനിൽ ഇപ്പം നിൽക്കുക. ഏത് വഴിയിലേക്ക് തിരിയണം എന്ന് ആശങ്കപ്പെട്ട അല്ലെങ്കിൽ ധാരണയോടുകൂടിയൊക്കെ നിൽക്കുന്ന ആളുകളാണ്. അവിടെ ഏത് വഴിയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ചെറിയ ദിശാസൂചനകൾ നൽകുക, അതാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം. അത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് പോകണമെന്ന് പറയാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. അത് കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്കല്ല, നിങ്ങളുടെ അധ്യാപകർക്കല്ല, സുഹൃത്തുക്കൾക്കല്ല, ബന്ധുക്കൾക്കല്ല, നിങ്ങൾക്ക് മാത്രമാണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 20-22 വയസ്സ് ആവുമ്പോഴേക്കും അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുടെ ഉണ്ടാവും കുട്ടികളിൽ? 20 വയസ്സിൽ നല്ലൊരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാവും. ഉണ്ട്. ഓക്കെ, കുറെ പേർക്ക് ശമ്പളം ഇല്ലെങ്കിലും ജോലി ചെയ്യാം എന്നുള്ളത് കൊണ്ടാവാം കൈവക്കാതെ, അല്ലേ? ഓക്കെ. ഒരു 20-22 വയസ്സാവുമ്പോൾ ഒരു 10 പേർക്ക് ശമ്പളം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൊള്ളാം, വളരെ നല്ല കാര്യം. കാരണം കൈവക്കിയതിന്റെ പകുതി പേരെങ്കിലും അങ്ങനെ കൈവക്കാൻ പറ്റുന്ന ധൈര്യമുള്ള ആളുകളായി മാറി. ഇതൊരു 10 വർഷം മുമ്പ് ഒരാളും കൈവക്കുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു 25 കൊല്ലം മുമ്പ് ആരും കൈവക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല എന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾ എനിക്കൊരു 10 പേർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ആളായി മാറണം എന്ന ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ കേരളം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഒരു സംശയമില്ല. ഈ ആത്മവിശ്വാസം ഉണ്ടാക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ്. സ്റ്റാർട്ടപ്പ് മിഷനാണ്. അവർക്ക് പ്രോത്സാഹനം കൊടുത്ത സ്റ്റാർട്ടപ്പ് മിഷനാണ്, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ്. ഞാൻ ഒരിക്കൽ സൈബീരിയയിലൂടെ യാത്ര ചെയ്യായിരുന്നു. അങ്ങനെ ഇർകുട്സ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി. അവിടെയാണ് ലേക്ക് ബൈക്കിലൊക്കെ അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അടുത്ത ട്രെയിൻ പിടിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലുന്ന കൂട്ടയിൽ എനിക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ബെഡിൽ രാത്രിയിലാണ് ചെന്ന് കയറുന്നത്. ഒരു ആൺകുട്ടിയുണ്ട്, വേറെ 3 പെൺകുട്ടികളും ആ കൂട്ടയിലുണ്ട്. ഇനി അന്നത്തെ ദിവസം മുഴുവൻ ദീർഘമായ യാത്രയാണ്. നമ്മൾ പരിചയപ്പെട്ടു, വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 പേരും വിദ്യാർത്ഥികളാണ്, കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്ര ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലിയിലൂടെ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. ഇവരുടെ ആഗ്രഹം ഒരു ടൂർ കമ്പനി ആരംഭിക്കുക എന്നുള്ളതാണ്. ടൂറിസം മേഖലയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു പ്രോജക്റ്റും തയ്യാറാക്കി പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. അതായത് കിഴക്കൻ നാടുകളിലെ ടൂറിസം സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്ത് അവിടേക്ക് ട്രെയിനിലും അല്ലാത്ത വാഹനങ്ങളിലും വിമാനത്തിലല്ലാതെ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു വ്യത്യസ്തമായ ടൂർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ആളുകളെ കൊണ്ടുപോകണം. ഇത്തരം സ്വപ്നങ്ങളൊക്കെയാണ് ഇവരുടെ ഉള്ളത്. ഇവർ സ്വന്തം അധ്വാനിച്ച് പേരൻസിന്റെ അടുത്ത് ഒരു പൈസ വാങ്ങാതെ കഴിഞ്ഞ 3 വർഷം ജോലി ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നു, പഠനോപകരണങ്ങൾ വാങ്ങുന്നു. ഒപ്പം 4 മാസം നീണ്ട ഒരു ലോകയാത്ര നടക്കുന്നു. പൈസ പരിമിതമായ രീതി ചെലവഴിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് ട്രെയിനിൽ തന്നെ കിടന്നുറങ്ങി ലഘുവായ ഭക്ഷണം കഴിച്ച്. ഞാൻ ആ ട്രെയിനിൽ നിന്ന് ചിന്തിച്ചൊരു കാര്യം,
ഡിഗ്രി അല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, റിസർച്ച് നടത്തുന്ന കുട്ടികളിൽ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ഇത്തരത്തിൽ പഠനത്തോടൊപ്പം ഒരു ജോലി കൂടി ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള സാഹചര്യം അല്ലെ സാധ്യത അല്ലെങ്കിൽ ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്? രണ്ട്, പഠിക്കുമ്പോൾ തന്നെ പഠനത്തിന് ശേഷം ഞാൻ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യത്തോടുകൂടി പഠിക്കുന്ന സമയത്ത് അതിനുവേണ്ടിയുള്ള റിസർച്ച്, ഗവേഷണത്തിന്റെ ഭാഗമായി ലോകയാത്ര നടത്താനുള്ള ധൈര്യം എത്ര പേർക്കുണ്ടാവുന്നുണ്ട്? ഇതിന്റെ പ്രധാന കാരണം ഈ കുട്ടികളുടെ ചിന്തകൾ മാത്രമാണോ? അല്ല. ഈ മൂന്ന് പെൺകുട്ടികളെ ഒരാൺകുട്ടിയുടെ കൂടെ ഈ ലോകയാത്രയ്ക്ക് 4 മാസത്തേക്ക് പറഞ്ഞു വിട്ട, അല്ലെങ്കിൽ ഇങ്ങനൊരു ധൈര്യപൂർവമായ ഒരു സംരംഭത്തിന് ഇറങ്ങിപ്പെടപ്പെടുമ്പോ പിന്നിലേക്ക് വലിച്ചു പിടിക്കാതെ നിന്ന ഒരു സമൂഹവും മാതാപിതാക്കളും അതിന്റെ ഭാഗമല്ലേ? അവരോട് ചേർന്നല്ലേ ഈ കുട്ടികളെ ലോകയാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്, ഇത്തരം വലിയ സാഹസമായ ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാക്കിയത്? അപ്പോ നമ്മുടെ കുട്ടികൾക്ക് കഴിവില്ലാത്തതല്ല, പ്രതിഭയില്ലാത്തതല്ല, അവരുടെ ഉള്ളിലെല്ലാം പ്രതിഭാശാലികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സമൂഹവും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ വളരാനോ ചിന്തിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. കാലം മാറുന്നുണ്ട്, മാതാപിതാക്കള് ലോകം കണ്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗവേഷണ ബിരുദം നേടിയവരെയും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് കരസ്ഥമാക്കിയവരെയും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ കരസ്ഥമാക്കിയവരെയും CBSE ICSE പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചവരെയുമാണ് ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചത്.